വിശുദ്ധ മത്തായി രചിച്ച സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ തിരുവചനങ്ങൾ. യഥാർത്ഥ ശിഷ്യൻ ആരെന്നാണ് ഈശോ ഇന്നത്തെ വചനത്തിൻ്റെ തുടക്കത്തിൽ പറയുകയാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവരല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ദൈവഹിതം നിറവേറ്റുകയാണ് ശിഷ്യനാകാനുള്ള മാർഗം. ഈശോയുടെ ശിഷ്യരാണ് എന്ന് അഭിമാനിക്കുന്നവരാണ് നാമെല്ലാം. പക്ഷേ ദൈവഹിതം നിറവേറ്റുന്നവരാണോ നമ്മൾ? വാക്കിലൂടെയും ചെയ്തിലൂടെയും ജീവിതത്തിലൂടെയും ദൈവഹിതം നിറവേറ്റുകയാണ് നമ്മൾ ഓരോ നിമിഷവും ചെയ്യേണ്ടത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും പ്രവചിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുകയും. പ്രവചനം നടത്തുകയും പിശാചുകളെ പുറത്താക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതോ മാത്രം ഒരുവനെ ശിഷ്യനാക്കുന്നില്ല എന്നാണ് ഈശോ പറയുക. ഈശോയുടെ വചനങ്ങൾ കേൾക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും നീതി പ്രവർത്തിക്കുന്നതും വിവേകത്തോടെ പെരുമാറുന്നതും ഒരാളെ ശിഷ്യത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇതിൽ ഏതൊക്കെ എന്നിലുണ്ടെന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശംശന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും.